സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ സ്വർഗത്തിലെ ചിരി. എഴുതിയത് വത്സൻ നെല്ലിക്കോട്ട്. തിരുനെല്ലിയിൽ പോയി ബലിയിട്ട് സമയമൊട്ടും നഷ്ടപ്പെടുത്താതെ കിട്ടിയ ബസ്സിൽ പാഞ്ഞു കയറി വീണ്ടും ബസ്സുകൾ മാറി മാറി കയറി വീട്ടിലെത്തി. രാഘവൻ പോയി ബലിയിട്ടു വരാമെന്നു പറഞ്ഞു. സമ്മതിച്ചില്ല. ഞാനും കൂടെ പോയി. സന്ധ്യയ്ക്ക് അകത്ത് വച്ചു കൊടുക്കണം. ഒന്നാമത്തെ ഷാർത്താണ്. വേഗം പോന്നു. തിരുനെല്ലി മലയിലെ കാറ്റുകൊള്ളാനോ സൂര്യോദയം കാണാനോ പിതൃക്കളെ സ്മരിച്ചും കൊണ്ട് ഇരുനേരവും തൊഴുത് 1-2 ദിവസം കൂടാനോ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. തിരക്കിട്ടു പോന്നതുകൊണ്ട് സന്ധ്യ കഴിഞ്ഞ ഉടനെ അകത്തു വച്ചു കൊടുക്കാൻ കഴിഞ്ഞു. 3 നാക്കിലയിൽ വിഭവങ്ങളൊക്കെ വിളമ്പി പ്രാർത്ഥിച്ച് അരിയും പൂവും എറിഞ്ഞ ശേഷം വാതിലടച്ചത് രാഘവനാണ്. പുഴുക്കും ഇറച്ചിക്കറിയും മധുര പലഹാരങ്ങളും ചോറും കൂട്ടാനും ഒക്കെ ഒരുക്കി. 4 വിധം പായസം, നെയ്യപ്പം ചുട്ടതും സ്രാവിൻ്റെ കറിയും കരിമീൻ പൊരിച്ചതും. രണ്ടാമത്തോൻ ഗണേശനും എറണാകുളത്തു നിന്നെത്തി. 2 ആൾക്കും കൂടി ഒരു പെങ്ങളാണുള്ളത്. അവളെ കല്യാണം കഴിച്ചത് ഒരു ഹിന്ദിക്കാരൻ അഗർവാൾ. അതങ്ങനെ സംഭവിച്ചു. അയാൾ കഥകളി പഠിക്കാൻ കേരളത്തിലെത്തിയതും അഖിലേശ്വരിയുമായി പരിചയപ്പെട്ടതും അച്ഛൻ എതിർത്തപ്പോൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ അയാളെ മാത്രമേ കഴിക്കൂ എന്ന് ശാഠ്യം പിടിച്ചതും ഒക്കെ ഒരു കഥ. തോറ്റുകൊടുക്കുവാൻ മനസ്സില്ലാതെയിരുന്നതുകൊണ്ട് അയാൾക്കു തന്നെ കെട്ടിച്ചു കൊടുക്കാൻ അച്ഛനും തീരുമാനിച്ചു. ആൺമക്കൾ 2 ആളും 2 അഭിപ്രായക്കാരായിരുന്നു. അവളുടെ ഇഷ്ടം അതാണെങ്കിൽ നടത്തി കൊടുക്കണമെന്ന് ഒരുത്തൻ. പെൺകുട്ടികളുടെ എല്ലാ ഇഷ്ടത്തിനും തുള്ളാൻ എന്നെ കിട്ടില്ലെന്ന് മറ്റവൻ. 3 ആൾക്ക് 3 അഭിപ്രായം. അച്ഛനും മക്കളും കല്യാണക്കാര്യം പറഞ്ഞു തെറ്റി. അവൾക്ക് അഗർവാളിനോട് പ്രേമമാണെന്നറിഞ്ഞതു മുതൽ അയാളിൽ നിന്നു വേർപെടുത്താൻ എല്ലാ പണിയും നോക്കി. വേർപിരിയില്ലെന്നു മനസ്സിലായപ്പോൾ അദ്ദേഹം പറഞ്ഞതിങ്ങനെ: ഞാനും തോറ്റുകൊടുക്കാൻ തയ്യാറല്ല. ഇക്കാര്യത്തിൽ ഇനിയും വാശി പിടിച്ചാൽ അവൾ അയാളോടൊപ്പം ഇറങ്ങിപ്പോകുന്നത് കാണേണ്ടി വരും. ഒടുവിൽ വടക്കേ ഇന്ത്യയിലെത്തും. ഒന്നു കാണണമെന്ന് തോന്നിയാൽ പോലും കാണാൻ കഴിയില്ല. ഞാനെന്തിനാ തോറ്റുകൊടുക്കുന്നത്? അച്ഛൻ്റെ ഈ ഭാഷ്യം ആൺകുട്ടികൾക്ക് മനസ്സിലായില്ല. അനുഭവമുള്ളവർ പറയുന്നത് കേൾക്കാനും ആദർശങ്ങളോട് പൊരുത്തപ്പെടാൻ തയ്യാറുള്ളതുമായ ഒരു മനസ്സ് ഇന്നാർക്കാണുള്ളത്? തീരെ വിട്ടുവീഴ്ചയില്ലാത്ത ചിലർ, ഒരാദർശവുമില്ലാതെ തോന്നിയ പോലെ ജീവിക്കുന്ന വേറെ കുറേ ആൾക്കാർ, ഇതിൻ്റെ നടുക്ക് നട്ടം തിരിയുന്ന കുറേ പേർ. എനിക്കാണെങ്കിൽ എല്ലാവരെയും ഭയമായിരുന്നു. ഒരുതരം വിധേയത്വം തന്നെ. ആരെയും വിഷമിപ്പിക്കുന്നത് ഇഷ്ടമല്ല. അനുസരണശീല എന്നു കേൾക്കാനായിരുന്നു ഇഷ്ടം. പ്രായപൂർത്തിയായ മക്കൾ പറയുന്നതനുസരിക്കാൻ ആഗ്രഹിച്ചു. എല്ലാ ശരിയും എനിക്കവരായിരുന്നു. യുവത്വം മാറാത്ത ഞാൻ ഒരമ്മയുടെ കുപ്പായത്തിൽ ഒളിച്ചു. പഠിപ്പും ലോകപരിചയവുമുള്ള അഖിലേശ്വരിയോട് വാദിച്ചു ജയിക്കാനും അവളെ ആ ബന്ധത്തിൽ നിന്നു പിന്തിരിപ്പിക്കാനും കഴിഞ്ഞില്ല. ഗുണദോഷിച്ചപ്പോൾ അവൾ ചോദിച്ചു: അച്ഛനും അമ്മയ്ക്കും മാതൃകാ ജീവിതത്തെക്കുറിച്ച് പറയാൻ എന്തവകാശം? പ്രായപൂർത്തിയോടൊപ്പം വളരുന്ന സ്ത്രൈണഭാവങ്ങൾ പോലെ ചോദ്യങ്ങളും അവളിൽ ഒളിച്ചിരുന്നു വളരുകയായിരുന്നു. പെൺകുട്ടികൾ വളരുന്നത് അമ്മമാർ ഭൂതക്കണ്ണാടി വച്ചു നോക്കും. അവരുടെ അംഗചലനങ്ങളും കടാക്ഷ വിക്ഷേപങ്ങളും കുട്ടി വളർന്നു എന്നറിയിക്കുന്നു. അവളിൽ ചോദ്യങ്ങൾ ഒളിച്ചിരുന്നു വളരുന്നത് കാണുന്നില്ല. അതത്ര വേഗം അമ്മമാർ കാണില്ല. എല്ലാ അമ്മമാരെയും പോലെ അവളുടെ അവയവങ്ങൾ വളരുന്നത് മാത്രം കണ്ടു. അവൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഉത്തരമായി മാറുന്ന ഞങ്ങളുടെ ജീവിത പുസ്തകം അവൾ പഠിക്കുന്നതറിഞ്ഞില്ല. അദ്ദേഹത്തിന് എന്നോട് സ്നേഹത്തെക്കാളേറെ ആരാധനയായിരുന്നു. ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ. കൂടുതൽ സമയങ്ങളിലും തോന്നിയത് വെറുപ്പാണ്. എന്നെ കൂടെ കൊണ്ടു നടന്ന് ഇതെൻ്റെ ഭാര്യയാണെന്ന് പറയാനും ആളുകളെ കാണിക്കാനും ഭ്രാന്തമായ ആവേശമായിരുന്നു. സാരി കയറ്റി ഉടുക്കുന്നതുകൊണ്ട് ആരും കാണാത്ത എൻ്റെ വയറിനെക്കുറിച്ചും അല്പം മലച്ച ചുണ്ടുകളെക്കുറിച്ചും ഓരോ അവയവങ്ങളെക്കുറിച്ചും വർണ്ണിക്കുമായിരുന്നു. ആരും ഒന്നും ചോദിക്കണ്ട. സംസാരത്തിനിടയിൽ ഞാൻ കയറി വരും. എന്നെക്കുറിച്ചായിരിക്കും സ്തുതി. മറ്റുള്ളവരുടെ മുമ്പിൽ വച്ച് അത് പറഞ്ഞുകൊണ്ടിരിക്കെ എന്നെ ഉമ്മ വയ്ക്കുകയും ചെയ്യും. എനിക്കെന്തിനാ വേറൊരാളുടെ അനുവാദം എന്നാണ്. എനിക്കിതൊന്നും ഇഷ്ടമായില്ല. ഊഷ്മളമായ വികാരപ്രകടനങ്ങൾ രഹസ്യമായി അനുഭവിക്കുന്നതിലായിരുന്നു എൻ്റെ സുഖം. ഭർത്താവിനൊപ്പം ഒറ്റയ്ക്ക് സുഖവും സ്വാതന്ത്ര്യവും പൂർണ്ണതയും അതിലാണ്.
ബന്ധുക്കളുടെ മുമ്പിൽ വച്ച് ചുംബിക്കുന്നതും തഴുകി തലോടുന്നതും ആലിംഗനവുമൊക്കെ ഞാൻ എതിർത്തു. സ്തുതിക്കുന്നത് പോലും തടഞ്ഞു. കുട്ടികൾ വളർന്നപ്പോൾ അയാളുടെ തീവ്രമായ വികാരം ഇറക്കി വയ്ക്കാനുള്ള ഒരു ഉപകരണമാവാൻ എനിക്ക് പറ്റിയില്ല. സ്നേഹത്തിൻ്റെ മലർവാടിയിൽ വിടർന്ന പൂക്കളായിരുന്നില്ല കുട്ടികൾ, വെറും മോഹങ്ങൾ, തൃഷ്ണകൾ. ഇതൾ കൊഴിയുന്ന ഒരു വാടിയ പൂവ് പോലുമാകാൻ അയാൾക്കായില്ല. വരണ്ട ചർമ്മത്തിലെ ചുളിവുകളും അഗ്നിനിഴലുകളുള്ള കണ്ണും വിയർപ്പിൻ്റെ നാറ്റവും എനിക്ക് അസഹ്യമായി. വൃത്തിയില്ലാത്ത ബാത്ത് അറ്റാച്ച്ഡ് റൂമിലെ ദുർഗന്ധം പോലെ തലചുറ്റുന്ന അനുഭവമായി എനിക്കയാൾ. അയാളെ തൊടാതെ കിടക്കയിൽ ഒരു നിശ്ചിത അകലം സൃഷ്ടിച്ചു കിടന്നാലും അയാളുടെ ശരീരത്തിൽ നിന്ന് തണുപ്പിൻ്റെ കമ്പിളിപ്പുഴുക്കൾ എൻ്റെ അടുത്തേക്ക് അരിച്ചു വരുന്നതായി തോന്നും. ഞാൻ എഴുന്നേറ്റിരിക്കും ഉറങ്ങാതെ. അപ്പോൾ എന്നെ നോക്കി ഇങ്ങനെ ചോദിക്കും, നീ ഗാന്ധിജിയുടെ ആത്മകഥ വായിച്ചിട്ടുണ്ടോ? മനുഷ്യൻ ഉറക്കം വരാത്ത നേരത്താണ് ഗാന്ധിജി. ശപിച്ചുകൊണ്ട് ഉത്തരം പറയും, ഇല്ല, ഞാൻ വായിച്ചിട്ടില്ല. എന്നാ വായിക്കണം. അങ്ങനെ ചോദിച്ചതിൻ്റെ അർത്ഥം എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞങ്ങളുടെ ബീഭത്സമായ രാത്രികളെ ഗാന്ധിജിയുമായി ചേർത്തു പറഞ്ഞതു മുതൽ ഗാന്ധിജിയോട് എനിക്ക് വെറുപ്പാണ്. ശ്രീരാമൻ്റെ സീതയല്ല, ഗാന്ധിജിയുടെ കസ്തൂർബയാണ് നല്ല ഭാര്യ. സുന്ദരിയായ സീതയേക്കാൾ കസ്തൂർബയെയാണ് എനിക്കിഷ്ടം. നിന്നെപ്പോലെ ഇരുട്ടും വെളിച്ചവും കലർന്ന പെണ്ണ് ആണിനു ദുഃഖമാണ്. അപ്പറഞ്ഞതും എനിക്ക് മനസ്സിലായില്ല. എനിക്കറിയുന്ന ഗാന്ധിജിയും കസ്തൂർബയും ശ്രീരാമചന്ദ്രനും സീതാദേവിയും നല്ലവരാണ്. മഹാന്മാരുടെ എന്നല്ല, ദേവീദേവന്മാരുടെയോ അയൽവാസികളുടെയോ ആരുടെയും കിടപ്പറ ജീവിതം എനിക്കറിയണ്ട. അറിയുമ്പോൾ കൂടുതൽ വേദനയാണ്. ആ ആത്മനൊമ്പരം അസഹ്യമാകും. മകൾ വളർന്നാൽ അമ്മമാർ യൗവനം മാറാത്തവരാണെങ്കിലും സ്വപ്നങ്ങൾ പൂക്കാത്ത ഒരു മരം പോലെ നിർവികാരമായി നിൽക്കുകയാണ്. അല്ലാതെ അതൊരു മരവിപ്പല്ല, ഒരഭിനയം. സ്ഥലകാലം നോക്കാതെ പ്രേമിക്കാനും തലോടാനും ചുംബിക്കാനും ആർത്തി കാണിക്കുന്ന ഈ മനുഷ്യൻ കിടപ്പറയിൽ വ്യത്യസ്തനാകുന്നു. കുരങ്ങനും പൂച്ചയും ഇണചേരുന്നതിനു മുൻപ് സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നത് കണ്ടിട്ടുണ്ട്. പൂച്ചപ്പെണ്ണിനെ ദേഹമാസകലവും കൺതടങ്ങളിലും നക്കിക്കൊടുത്തും സ്നേഹിക്കുന്ന പൂച്ചക്കുട്ടനോട് അസൂയ തോന്നിയ കൗമാരത്തിൽ പൂച്ചയെപ്പോലെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ സ്വപ്നം കാണുമായിരുന്നു. പക്ഷേ ലഭിച്ചത് തീവ്രമായ വികാരം ഇറക്കി വയ്ക്കാനുള്ള നീർച്ചാലുകൾ തപ്പുന്ന ഒരന്ധനെ. ഇതാണ് മരവിപ്പിൻ്റെ ഉറവിടം. മരങ്ങൾ പൂക്കാതെ നിൽക്കുന്നതുകൊണ്ടാണ്. ഈ കാട്ടിലെ പൂക്കുന്ന മരങ്ങളിലെ പുഷ്പങ്ങൾക്കു പോലും സുഗന്ധമില്ല. കട്ടിലിലെ അകൽച്ചയുടെ വിടവ് കട്ടിലുകളുടെ അകൽച്ചയിലേക്ക് വളർന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പുസ്തകം വായിക്കുന്ന ഒരാളുണ്ടായിരുന്നു വീട്ടിൽ, അമ്മായിയമ്മ. ഒരു ദിവസം കാര്യങ്ങൾ അവരോട് തുറന്നു പറഞ്ഞു. അതവസാനിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു. സ്ത്രീയുടെ മാംസത്തെയാണ് പുരുഷന്മാർ സ്നേഹിക്കുന്നതെന്നു കേട്ടിരുന്നു. ഇയാൾക്ക് അതും കൂടി അറിയില്ലമ്മേ. സഹിക്കാവുന്നതിലുമധികം സഹിച്ചു. ഇനി വയ്യ. ഇനിയും അയാളോടൊപ്പം കിടന്നാൽ ഞാൻ മരിച്ചു പോകും. നാളെ മുതൽ ഞാൻ വേറെ മുറിയിൽ കിടക്കാൻ തീരുമാനിച്ചു. അകൽച്ചയുടെ വിടവുകളിൽ മുറികളുടെ ഭിത്തികൾ കൂടി ആയതോടെ അയാളുടെ മനസ്സ് കാഴ്ചകൾക്കപ്പുറത്തുള്ള മായാപ്രപഞ്ചങ്ങളിലേക്കാണ് പറന്നുപോയത്. തോന്നിയ പോലുള്ള ജീവിതമായി. ഒരു ദിവസം വൈകുന്നേരം അയാൾ ഇറങ്ങിപ്പോകുന്നത് കണ്ട് കണ്ണു നിറഞ്ഞു. മുറിയിൽ വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ട് സൂട്ട്കേസിൽ ഒതുക്കി വച്ചതു കണ്ടു. യാത്രയ്ക്കുള്ള പുറപ്പാടാണ്. എങ്ങോട്ടാണ്? ഏതു പെണ്ണായിരിക്കും ഒപ്പം? മതി സർക്കിട്ട്. നിങ്ങളുടെ ഈ സർക്കിട്ടുണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം സർക്കിട്ടൊക്കെ. ഇനി ഇങ്ങനെ വിട്ടുകൂടാ. എൻ്റെ നിയന്ത്രണം തെറ്റി. വസ്ത്രങ്ങൾ ഓരോന്നായി പുറത്തേക്കെടുത്തിട്ട് കൂട്ടിയിട്ടു തീ കൊടുത്തു. സൂട്ട്കേസ് കത്തുന്ന തീയിലേക്കെടുത്തിട്ടു. അകത്തുനിന്നു തീ ഉയരുന്നത് കണ്ട് മക്കൾ ആർത്തു കരഞ്ഞു. തീ ആളിപ്പടർന്നപ്പോൾ ജീവനും കൊണ്ട് പുറത്തേക്കോടി. വീടിൻ്റെ ഭൂരിഭാഗവും കത്തിത്തീർന്നു. ഈ അഗ്നിസാഗരത്തിൽ ചാടി ശ്വാസമൊടുക്കാമായിരുന്നു. എല്ലാം അവസാനിപ്പിക്കുന്ന ഒരൊറ്റച്ചാട്ടം. ആ ഫുൾ സ്റ്റോപ്പ്. തോന്നിയില്ല. ഗണേശൻ വരുമ്പോൾ വഴിയിൽ നിന്നു തന്നെ അറിഞ്ഞു അമ്മ വീടിനു തീ വെച്ചെന്ന്. അച്ഛൻ്റെ വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് തീ കൊടുത്തതായിരുന്നുവെന്ന് ആരും അറിഞ്ഞില്ല. വീടിനു തീവച്ചു എന്നാണ് പരന്നത്. വിറകുപുരയും വീടിൻ്റെ കിഴക്കേ തലയും കത്താതെ അവശേഷിച്ചു. വിറകുപുര വീടിനോട് ചേർന്നായിരുന്നില്ല. വീടിനു തീപിടിച്ചതറിഞ്ഞ് ഫയർ സർവീസ് എത്തി. അവർ വെള്ളമൊഴിച്ചത് തീ കെടുത്താനായിരുന്നില്ല.
വിറകുപുരയ്ക്കും കത്താത്ത കിഴക്കേ തലയ്ക്കും വെള്ളം പാറ്റി നനച്ച ശേഷമാണ് തീയണയ്ക്കാൻ തുടങ്ങിയത്. ക്ഷയരോഗിയുടെ വാരിയെല്ലുകൾ പോലെ വീടിന്റെ ഉന്തി നിൽക്കുന്ന മോന്തായത്തിലേക്ക് നോക്കി വിറകുപുരയിൽ തളർന്നിരിക്കുകയായിരുന്നു. ഗണേശൻ അവിടേക്ക് വന്നു. എന്താ രണ്ടാളെയും കൂടി വിചാരം? എന്തിനാ ഇറങ്ങി പുറപ്പെട്ടത്? ഇപ്പോഴും ചെറുപ്പമാണെന്നാ വിചാരം. എന്ന് തുടങ്ങി ഇത്? കലഹമില്ലാത്ത ഏതെങ്കിലും ഒരു ദിവസമുണ്ടോ? മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ വയ്യ. എവിടേക്കെങ്കിലും പോവുക. അതിനിടയ്ക്ക് അയാളും എത്തി. വരുന്ന വരവാണ്. കണ്ണിൽ ചോരയില്ലാത്ത പണിയായി പോയി. ഇരിക്കുന്ന കൊമ്പാണ് മുറിച്ചത്. എന്തു സംഭവിച്ചാലും തലചായ്ക്കാനുള്ള വീട്ടിനാരെങ്കിലും തീ വയ്ക്കോ? മതി മതി. തത്വപ്രസംഗം കേട്ട് ചെവി പൊത്തി. കണ്ണിലിരുട്ടടച്ചു. ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നു. എനിക്കു കാണണ്ട നിങ്ങളെ. എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. എൻ്റെ മുന്നിൽ നിന്നൊന്നു പോയാൽ മതി. ബഹളം കേട്ട് മൂത്തോനും ഓടി വന്നു. അവൻ്റെ കയ്യിൽ കോടാലിയുണ്ട്. അച്ഛനാണെന്നൊന്നും നോക്കില്ല. മേലിൽ അമ്മയെ ഉപദ്രവിച്ചാൽ കൊന്നുകളയും. എന്നെ തിന്നോളൂ മനുഷ്യ. തിന്നാനല്ലേ പൂതി. മകന്റെ സാന്ത്വന വാക്കുകൾ കേട്ടതുകൊണ്ടാകും അങ്ങനെ പറയാൻ തോന്നിയത്. ആശ്രയിക്കാൻ ഒരാളുണ്ടെന്ന വിശ്വാസത്തിന്റെ ബലത്തിൽ സ്വയം മറന്നു. എന്താ വേണ്ടേ? പൂതി തീർന്നോ? ഒരു ഭ്രാന്തിയെ പോലെ പുലമ്പിക്കൊണ്ട് സാരി അഴിച്ചു വലിച്ചെറിഞ്ഞു. പിന്നെ നിലത്തു മലർന്നു കിടന്നു. മൂത്തോൻ മുഖം തിരിച്ചു കളഞ്ഞു. ഗണേശനും പോയി. അയാൾ തരിച്ചു നിന്നു. മോള് സാരിയെടുത്ത് മേലേക്കിട്ട് അമ്മയുടെ നഗ്നത മറച്ചു. എന്നിലൊരു ഭ്രാന്തിപ്പശുവുണ്ടെന്നറിഞ്ഞ ശേഷം എൻ്റെ കട്ടിലിലെ ക്ഷീരം നുണയാൻ പിന്നീട് അയാൾ ചുണ്ടുകൾ കൂർപ്പിച്ചിട്ടില്ല. ദേഹം തുളയ്ക്കുന്ന വിധത്തിൽ രൂക്ഷമായി നോക്കിയിട്ടില്ല. പനിനീർ പൂവിൻ്റെ സുഗന്ധം പിടിക്കുന്ന മനുഷ്യനെ പോലെ തരളിതമായ ഹൃദയത്തോടെ എന്നെ സമീപിച്ചിട്ടില്ല. അപ്പോഴാണ് അയാൾ ഒരാണാണെന്ന് ആദ്യമായി എനിക്ക് തോന്നിയത്. വാശി പിടിക്കാനും ധിക്കാരം കാണിക്കാനും ചുണയുള്ളവനാണ് ആണ്. ആണിനെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പങ്ങൾ അങ്ങനെയായിരുന്നു. നിസ്സംഗമായ ഈ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് ഭയമായിരുന്നു. ഈ മനുഷ്യൻ്റെ മനസ്സിൽ എന്തായിരിക്കും? മന്ദമാരുതനേറ്റ ഏതെങ്കിലും ഒരു അഗ്നിപർവ്വതം ശാന്തമായിട്ടുണ്ടോ? പിന്നെ ഈ നിസ്സംഗതയുടെ അർത്ഥം? തീറ്റ കണ്ടാലും പേടിച്ചരണ്ടു നിൽക്കുന്ന മുയലിൻ്റെ സ്വഭാവമാണ് നിനക്ക്. ഞങ്ങൾ ഒറ്റയ്ക്കാകുമ്പോൾ അയാൾ കുറ്റപ്പെടുത്തും. ഞാൻ അടുത്ത വീട്ടിലെ മേരിയെ വിളിക്കാം. നിന്റെ ഹൃദയമിടിപ്പ് ഞാൻ ഇവിടെ കേൾക്കുന്നുണ്ട്. അവർ വന്നാൽ നിന്റെ ഭയം തീരും. വിളിക്കേണ്ട താമസം മേരി എത്തും. മേരിയുടെ ഭർത്താവ് വിദേശത്താണ്. അമേരിക്കയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. നല്ല സമ്പത്ത്. ടീച്ചറാണ്. കുട്ടികളില്ലാത്ത മേരി ഒറ്റയ്ക്കാണ് താമസം. മേരി വന്നാൽ അയാൾ അകത്തു കയറി കുറ്റിയിടും. പിന്നീട് രാവിലെയാണ് കാണുന്നത്. കൂമൻ്റെ ആകൃതിയിലുള്ള മദ്യക്കുപ്പി കാലിയാക്കിയിട്ടുണ്ടാകും. മദ്യത്തിൻ്റെ കാര്യം ഓർമ്മയിൽ വന്നപ്പോഴാണ് അകത്ത് മദ്യം വയ്ക്കാതിരുന്നത് ചിന്തിച്ചത്. ഗണേശൻ കള്ളു വാങ്ങിയില്ല. 10 തരം പാൽപ്പായസത്തിലും അച്ഛനു തൃപ്തിയാവാൻ ഒരു ഗ്ലാസ് കള്ളു മതിയായിരുന്നു. അമ്മ മറന്നാലും ഞാൻ മറക്കൂ അമ്മേ. കള്ളല്ല, നല്ല ഫസ്റ്റ് ക്ലാസ് സാധനം തന്നെ വാങ്ങിയിട്ടുണ്ട്. ഗ്ലാസ്സിൽ ഒഴിച്ചു വച്ചിട്ടില്ലേ? ഗ്ലാസ്സിൽ ഒഴിച്ചതുകൂടാതെ കുപ്പിയും അടുത്തു വച്ചിട്ടുണ്ട്. അച്ഛന് ആവശ്യമുള്ളത്ര എടുത്തു കഴിച്ചോട്ടെ. വേണ്ട, എന്നെക്കൊണ്ടൊന്നും ഓർമ്മിപ്പിക്കേണ്ട. ജീവിച്ചിരിക്കുമ്പോൾ ആ മനുഷ്യന് നിങ്ങൾ ആരെങ്കിലും ഒരു തുള്ളി വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? ഓർക്കുമ്പം സങ്കടം വരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ ഇഷ്ടം പോലെ കുടിച്ചിരുന്നു. അതുപോരെ അമ്മേ? വേണ്ട വേണ്ട. മരിച്ചാൽ പിന്നെ അവർ ജീവിച്ചിരുന്നപ്പം ചെയ്ത കുറ്റവും കുറവുമൊന്നും ആരും പറയാറില്ല. എന്തൊരു കരുത്തുള്ള മനുഷ്യനായിരുന്നു. ആർക്കും കീഴടങ്ങാത്ത തൻ്റെടി. ഓർക്കുമ്പോൾ അഭിമാനം തോന്നുന്നു. അന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. എന്നെ നിന്റെ അച്ഛൻ ഒരു കടലോളം സ്നേഹിച്ചു. അതിന് ഒരു മഴത്തുള്ളിയോളം സ്നേഹം ഞാൻ തിരിച്ചു കൊടുത്തില്ല. അതായിരുന്നു സത്യം. ഗണേശൻ പൊട്ടിച്ചിരിച്ചു. എന്താ നീ ഇത്ര ക്രൂരമായി ചിരിക്കുന്നത്? ക്രൂരതയല്ലമ്മേ, സന്തോഷമാണ്. അമ്മയുടെ വാക്കുകൾ കേട്ട് അച്ഛൻ സ്വർഗത്തിലിരുന്ന് ചിരിക്കുന്നുണ്ടാവും. അച്ഛൻ്റെ സ്നേഹം അമ്മയ്ക്ക് തിരിച്ചറിയാൻ കുറേ കാലം വേണ്ടി വന്നു എന്നു മാത്രം. അടച്ചിട്ട വാതിലിൽ മുട്ടിത്തുറന്നു. നേർച്ച കൊടുത്ത വിഭവവും മദ്യവുമെല്ലാം അതേപോലെ ഇരിക്കുന്നു. അല്ലെങ്കിലും മരിച്ചവർ വരുന്നതും പോകുന്നതും ഭക്ഷണം കഴിക്കുന്നതും കാണുന്നവർ ആരാണ്? മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.